ഇതിൻ്റെ വില എത്രയാണ്? ഇത് ഡി ലെവലിലാണ്. ഇത് പുതിയത് ഇപ്പോൾ 76,000 രൂപ. 76,000 അല്ലേ? സെക്കൻഡ് ഹാൻഡ് കിട്ടുമോ? അത് സെക്കൻഡ്സ് ആകുമ്പോൾ ഒരു 35 മുതൽ 45 വരെ നല്ലത് കിട്ടും. നല്ല കിട്ടും അല്ലേ? ഓക്കെ. ഇത് ജസ്റ്റ് എയർ ലോക്കിംഗ് ആണ്. എയർ ലോക്ക് ചെയ്ത് വെച്ചാൽ 4 കാമ്പരി ചുമ്മാ ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കൽ എങ്ങനെ? ക്ലീൻ ചെയ്ത് നമ്മളത് ഇതേപോലെ തന്നെ ഇപ്പോൾ കറവ് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് വന്നിട്ട് ഫുള്ളായിട്ട് മുക്കി വെച്ച് ഒട്ടയിൽ വെള്ളം നിറച്ച് ഓണാക്കി വന്നിട്ട് ഓട്ടോമാറ്റിക് വെള്ളം കയറി ഇറക്കും. ട്യൂബ് മൊത്തം ക്ലീൻ ചെയ്യും. 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ചുടുവെള്ളത്തിൽ അതുപോലെ ആക്കിയെന്ന് പറഞ്ഞു വെച്ചാൽ ഉള്ളിലൊന്നും വേറെ ഈ പാലിൻ്റെ അംശം കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ എല്ലാം കയറും. മെയിനായിട്ട് എന്താ ശ്രദ്ധിക്കാനുള്ളത്? ഇത് ഡി ലെവൽ മെഷീനൊന്നും ഇതിനൊന്നും കാര്യമായിട്ട് ഒരു കംപ്ലൈൻറ്റ് വരാനില്ല. നമ്മൾ തന്നെ സെക്കൻഡ്സ് എടുത്തത് ഇപ്പോൾ 3 കൊല്ലത്തിന് മേലായി. ഇതുവരെ നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. സർവീസ് ഇപ്പോൾ വേണ്ടി വന്നാൽ നമ്മൾ ഇവിടെ സർവീസ് വേണ്ടി വന്നത് ഇതിൻ്റെ സർവീസ് ഇപ്പോൾ ചെയ്യുന്നവരൊക്കെ കുറവാണ്. തൃശ്ശൂർ ഹരിത എന്ന് പറയും, അവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. ഇത് കുറവാണ് സർവീസ്. അങ്ങനെ വരുമൊന്നുമില്ല. ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് തന്നെ മാറ്റാനുള്ള സാധനങ്ങളാണ് അല്ലാതെ മെയിനായിട്ട് മോട്ടറിൽ കാര്യമായിട്ടുള്ളതൊന്നും വരാനില്ല. ഫ്രണ്ടിൽ കാണുന്നതാണ് അതിൻ്റെ മിഷൻ കേട്ടോ. ഫ്രണ്ടിലല്ലേ? ആ രണ്ടെണ്ണല്ലേ? ഇവിടെ 2 കറവ മിഷീനാണ് ഉള്ളത്. എത്ര പശുക്കളല്ല? 36 പശുക്കളുള്ളതാണ്. അപ്പോൾ രണ്ട് മെഷീൻ ഉണ്ടെങ്കിലാണ് 3 ബക്കറ്റ് ഇതേപോലത്തെ 3 ബക്കറ്റ് വെച്ച് 3 ഭാഗത്തുനിന്ന് കറക്കും. എന്നാലാണ് നമുക്ക് എത്ര സമയം കൊണ്ട് തീരും കറവ? ഏകദേശം 2 മണിക്ക് തുടങ്ങി വെച്ചാൽ അപ്പോൾ കണ്ടില്ലേ, ഒരു 4 മണിയാകുമ്പോഴത്തേനും തീരും. 4 മണി 2 മണിക്കൂർ അല്ലേ? 37 പശുവിനെ ഇതാക്കാനല്ലേ? ഒരു പശുവിന് എത്ര ടൈം എടുക്കും കറക്കാൻ? ഇതിന് നോർമൽ ടൈം 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കുടിക്കും. ഒരു 7 മിനിറ്റ് ഒക്കെ മതിയോ? 7 മിനിറ്റ് ഒക്കെ അല്ലേ? പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈലേജ് ഒരു പിള്ളേരോട് ഉണ്ടാവും. ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് 7 കിലോമീറ്റർ ഉള്ളിലുള്ള ഫാമിലാണ്. 37 പശുക്കൾ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം എത്ര ഉണ്ടാവും എന്നുള്ളത് അടിച്ചു നോക്കിയാൽ അറിയാം. പിന്നെ അതേ 500 × 37 ഒരു ദിവസം കിട്ടണ, പിന്നെ അത് × ഒരു മാസം 30. അപ്പോൾ അറിയാം 2 ലക്ഷത്തിൻ്റെ ഒക്കെ മുകളിൽ പോവും. പക്ഷെ എന്നാലും നമ്മളെ കണക്ക് നമ്മളിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മൾ ഫാമിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് സമയം കേട്ടോ. ഈ സമയത്ത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പാല് കറക്കുന്ന സമയമാണ് വൈകുന്നേരമൊക്കെ കേട്ടോ. ഇപ്പോൾ ഇവർക്കൊരു സ്പെഷ്യൽ പാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫാമിൻ്റെ ഉള്ളിൽ. സ്പെഷ്യൽ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കളാണെന്നുണ്ടെങ്കിലും ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരുമാതിരി തന്നെ ഇവർക്കൊന്ന് മൈൻഡ് ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇത് കേൾക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നിശ്ചിത സൗണ്ട് ഇത്രയും നേരം കേട്ട് നമ്മൾ ഉറങ്ങൂല. അതേപോലെ തന്നെ ഇവരെ മൈൻഡ് ഫ്രഷ് ആവാൻ സോങ്സ് അതേപോലെയുള്ള കലാപരിപാടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്യണത് നല്ലതാണ്, പാലിൻ്റെ അളവ് കൂടാനും ഇതിനൊക്കെ. ഇത് സൈലേജാണ് കേട്ടോ, എയർ ടൈറ്റൻ ചെയ്ത് വരുന്ന പാക്കാണ്. സൈലേജിൻ്റെ ചാക്ക് പൊട്ടിക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭദ്രമായിട്ടുള്ള പാക്കിംഗ് ആണ് വരുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്യല് അത് നമ്മളെ 5 ഐറ്റം തവിടുണ്ട്. സോയയുടെ തവിടുണ്ട്, ഗോതമ്പിൻ്റെ തവിടുണ്ട്, പിന്നെ ഓട്സോ പൊടി, പിന്നെ GDDS. ആ 5 ഐറ്റം പാടെ മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കി വെക്കും. പിന്നെ പെല്ലറ്റ്. എത്ര നേരം കൊടുക്കും ഇത് മിക്സ്? 2 നേരം. എത്ര കിലോ വെച്ചിട്ട് ഒരു പശുവിന് കൊടുക്കല്? ഒരു പശുവിന് 20 ലിറ്റർ കറക്കുണ്ടെങ്കിൽ ആ പൊടി 2.5, പെല്ലറ്റ് 1.5, ഒരു നേരം 4 കിലോ. 4 കിലോ. നാളെ രാവിലത്തെ അറിയാൻ പറ്റും. ഒരു പശുവിന് എത്ര വെച്ചിട്ട് കൊടുക്കല്? രാവിലെ 5 കിലോ, വൈകിട്ട് 5 കിലോ. ഒരു പശുവിന് ഒരു ദിവസം 10 കിലോ. 10 കിലോ ആണല്ലേ? ഇവർക്ക് ഫാന് നമ്മളിട്ട് കൊടുക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ അന്തരീക്ഷത്തിലുള്ള ഈ വായുവിൻ്റെ ഇതുണ്ടല്ലോ, അതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഇവർക്ക് വലിയൊരു നായ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുളിപ്പിക്കണത് അവിടെ.
രാത്രി ആയി കഴിഞ്ഞാൽ അതിനെ അയച്ചു വിടുമെന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എല്ലാവരുടെയും മറക്കാതെ. വൈകുന്നേരമായപ്പോൾ വെയിങ് മെഷീനിൽ വെച്ചിട്ട് പാല് തൂക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. മിൽമക്കാണ് ഇവർ മെയിനായിട്ട് പാല് കൊടുക്കുന്നത്. ഈ സൈലേജ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മിൽമ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് കിട്ടുന്നുണ്ടെന്നാണ് ഇവർ പറയണത്. അതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൊഴുപ്പാണ് കേട്ടോ. കൊഴുപ്പ് മിൽമക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. മിൽമക്ക് പാൽ നമ്മൾ കൊടുക്കുമ്പോൾ അവരതിൻ്റെ ഇത് ചെക്ക് ചെയ്യും. അപ്പോൾ അത് ഈ സൈലേജ് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ചാണകം കലക്കിയിട്ട് ഈ ദൂരത്തിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നേരത്തെ തുറസായ ഒരു പാടം നെൽവയലുമായിട്ട് പാടശേഖരത്തിൽ കണ്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ പശുവിന് കൊടുക്കുന്നത് പ്രധാനമായിട്ടും സൈലേജാണ് കേട്ടോ. ഇവിടുത്തെ പശുവിനെ പുറത്തിറക്കിയിട്ട് മേയ്ക്കലില്ല സാധാരണഗതിയിൽ, എല്ലാവരും ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. സൈലേജാണ് ഇതിൻ്റെ ഇവർ ഗൾഫിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് ഇവർ ആദ്യം കുറച്ചെണ്ണം വന്ന് തുടങ്ങിയിട്ട് പിന്നെ അതിമെന്ന് കിട്ടുന്ന ഏണിങ്സ് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഫാം വിപുലീകരിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൽ കാൽക്കുലേഷൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ദിവസം 500 നമ്മൾ മിനിമം കൊടുത്തതാണ്. 600 രൂപയിലൊന്നും കുറഞ്ഞത് ഇവിടെ ഇല്ല എന്നാണ് ഇവർ പറയണത് കേട്ടോ, പാല് കിട്ടുന്നത്. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ല ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗങ്ങളും കാര്യങ്ങളൊക്കെ പശുവിന് വരും. അതൊക്കെ അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം എന്നാണ് കേട്ടോ ഇവർ പറഞ്ഞിട്ടുള്ളത് ഫാം തുടങ്ങുന്നതിന് മുന്നേ. ഇത് നമ്മൾ പാല് കറക്കണ മെഷീനില്ലേ, അതിൻ്റെ മോട്ടറാണ്. പിന്നെ അതേപോലെ പമ്പ് ചെയ്യുന്ന അതിൻ്റെ കൂടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.